ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരുങ്ങിപ്പിടിച്ച് എങ്ങോട്ടേക്കാന്നല്ലേ? വാ, കാടിനുള്ളിലെ ശ്രീകോവിലില്ലാത്തൊരു അമ്പലം കണ്ടുവരാം. കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടുപറമ്പ് സ്ഥിതി ചെയ്യുന്ന ശ്രീ നീലിയാർകോട്ടം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മാങ്ങാട്ടുപറമ്പ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് നേരെ എതിർവശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാടിനുള്ളിലൂടെ കുറച്ചു ദൂരം നടന്നാൽ നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഇവിടുത്തെ വനദേവതയായി ആരാധിച്ചു വരുന്നത് നീലിയെയാണ്. നീലി എങ്ങനെ ഇവിടുത്തെ നീലിയാർ ഭഗവതിയായി എന്ന പേടിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ കഥ നമുക്ക് കേട്ടുവരാം. നമ്മുടെ കൊട്ടിയൂർക്കാട്ടിൽ പ്രകൃതിയെയും അക്ഷരങ്ങളെയും ഒക്കെ സ്നേഹിച്ച ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു നീലി. അടിയാള സമുദായമായതുകൊണ്ട് പുരാണങ്ങളും വേദങ്ങളുമൊക്കെ തീണ്ടാപ്പാടകലെ ഒളിച്ചു നിന്ന് കേട്ടുപഠിച്ചു ഈ കൊച്ചുമിടുക്കി. താണജാതിയിൽപ്പെട്ടവൾ പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം പാടി നടക്കുന്നത് കണ്ട നാടുവാഴികൾക്ക് അത് പിടിച്ചില്ല. അവർ അവളെ അപമാനിക്കുകയും കൊട്ടിയൂർ മണത്തണയിൽ വെച്ച് വകവരുത്തുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് പലരും നീലിയെ കണ്ടെത്തരെ. അവൾ അങ്ങനെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന യക്ഷിയായി മാറി. അങ്ങനെ മരണങ്ങളും ഓരോ കഥകളും തുടർന്നുകൊണ്ടിരിക്കെ ഒരിക്കൽ കൊട്ടിയൂരപ്പനെ തൊഴാനെത്തിയ കാളക്കാട്ട് തന്ത്രിയെ അവൾ കണ്ടു. നദിയിൽ കുളിക്കാനെത്തിയ അദ്ദേഹത്തിന് നേരെ നീലി താളിയും എണ്ണയും നീട്ടി. അദ്ദേഹം അത് മേടിക്കുകയും എൻ്റെ അമ്മ തന്ന അമൃതാണെന്ന് പറഞ്ഞ് അത് സേവിക്കുകയും ചെയ്തു. മഹാപണ്ഡിതനായ കാളക്കാട്ട് തന്ത്രിയുടെ വായിൽ നിന്നും അമ്മ എന്ന വാക്ക് കേട്ട നീലി തന്ത്രിയെ കൊന്നില്ല. അങ്ങനെ ആ നാട് വിറപ്പിച്ച നീലി എന്ന ആ യക്ഷി അമ്മയായി നീലിയാർ ഭഗവതിയായി പ്രകൃതീശ്വരിയായി മാറി. ഞാനും വരുന്നു കൂടെ എന്ന് പറഞ്ഞ് കാളക്കാട്ടിന്റെ കൂടെ അവളും യാത്ര തിരിച്ചു. അങ്ങനെ പടിഞ്ഞാറേക്ക് യാത്രയാക്കിയ അവർ പശുവും നരിയും വാഴുന്നിടത്ത് തന്നെ കുടിയിരുത്തണമെന്ന് അവൾ അദ്ദേഹത്തോട് പറയുകയും അപ്രകാരം വളപട്ടണം നദി കടന്ന് മാങ്ങാട്ടുപറമ്പ് എന്ന വനത്തിലെത്തി അവിടെ മനോഹരമായ ഒരു മരത്തിൽ അവളെ കുടിയിരുത്തുകയും ചെയ്തു. 19 ഏക്കറോളം വിസ്തൃതിയുള്ള നീലിയാർകോട്ടത്ത് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ ശ്രീകോവിലില്ല. കാവു തന്നെയാണ് ദേവിയുടെ ശ്രീകോവിൽ.